മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല യോഗം ഇന്ന് വയനാട്ടിൽ നടക്കും. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അവലോകന യോഗം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, ഇന്ന് ഈ യോഗം നടക്കുന്ന ദിവസം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന അവഗണനയിൽ പ്രതിഷേധിച്ച് UDFന്റെ ജില്ലാ കളക്ടറേറ്റ് ഉപരോധം കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പല പരാതികളും ഉയരുന്നുണ്ട്, അതിനെതിരെ പ്രതിഷേധവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു. ഈ സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഇന്ന് ഈ മന്ത്രിതല യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക? ശ്രീജ, വയനാട് ദുരന്തമുണ്ടായി 7 മാസം കഴിയുമ്പോഴും പുനരധിവാസം കൃത്യമായി നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാവുന്നില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കളക്ടറേറ്റിലേക്ക് ഉപരോധ സമരവുമായി അവർ നീങ്ങുന്നത്. നേരത്തെ ദുരന്തബാധിതരായ ആളുകൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരി പൂർണ്ണമായും കാര്യങ്ങൾ കൈയൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഈ സ്ഥലം ഏറ്റെടുക്കൽ പോലും അനിശ്ചിതമായി നീളുന്നു. ഒപ്പം ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ വീഴ്ചകൾ ഉണ്ടാവുന്നു. ഒപ്പം ഈ സ്പോൺസർഷിപ്പ് തുകയുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ഈ 300 രൂപ വെച്ച് ദുരന്തബാധിതർക്ക് നൽകിയിരിക്കുന്ന ധനസഹായം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ ദുരന്തബാധിതരുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളും അനിശ്ചിതത്തിലാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ടി സിദ്ദിഖ് MLA ആരോപിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇന്ന് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മന്ത്രിതല സമിതി ഇന്ന് വയനാട്ടിലെത്തുന്നത്. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം നടക്കുക. നേരത്തെ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നിരുന്നു. അതേ തുടർന്ന് വീണ്ടും പട്ടിക പുതുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴും 36ഓളം പരാതികൾ ഈ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. ഇക്കാര്യങ്ങൾ വളരെ വിശദമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം ഒറ്റ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നേരത്തെ 2 ഇടത്തായി സ്ഥലം കണ്ടെത്താനാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒറ്റയിടത്ത് മാത്രം എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുത്താൽ മതിയെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ ഈ മന്ത്രിസഭാ യോഗം ചേർന്നൊരു നിർണായക തീരുമാനം കൂടി എടുത്തിരുന്നു. ഈ സ്പോൺസർഷിപ്പ്, അതായത് ഈ ടൗൺഷിപ്പ് പരിധിയിൽ വീടുകൾ സ്പോൺസർ ചെയ്യുന്നതിന് ആദ്യം 30 ലക്ഷം രൂപയാണ് നിജപ്പെടുത്തിയിരുന്നത്. അത് പിന്നീട് 25 ലക്ഷം രൂപയായി കുറച്ചിരുന്നു. ഇപ്പോൾ 20 ലക്ഷം രൂപയായി കുറച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം 12 വർഷത്തേക്ക് ഈ ലഭിക്കുന്ന വീടുകൾ അന്യാധീനപ്പെട്ടു പോകാൻ, അതായത് കൈമാറുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തും. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ സംയുക്തമായി പേരിലായിരിക്കും വീട് രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. സമയബന്ധിതമായി ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ വീട് നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. മറുവശത്ത് ഈ കൃത്യമായൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സമരമുഖത്ത് സജീവമാകാനാണ് UDFന്റെ തീരുമാനം. UDF സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നായി വയനാട് സമരത്തെ കാണുന്നുമുണ്ട്. ഷീജ. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി അവലോകന യോഗം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ നടക്കുകയാണ്. UDFന്റെ കളക്ടറേറ്റ് ഉപരോധ സമരവും ഇന്ന് അവിടെ നടക്കുന്നുണ്ട്.